അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹെൽത്തിയാണ്. നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കട്ടയൊന്നും കുത്താതെ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഗ്ലാസ് റവക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പാകമായിരിക്കും. ഇതാ നമ്മളെ ഡോ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് ചൂട് പോകുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മളൊരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഇതുപോലെ 4ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഴുവനായി ചേർക്കണമെങ്കിൽ മുഴുവനായിട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതാ നമ്മൾ വാട്ടിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ചീകിയെടുത്തതാണ്. അത് ഈ എണ്ണയിലേക്ക് നെയ്യിലേക്ക് നമുക്ക് ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒന്ന് ചൂട് കയറി കിട്ടിയാൽ മതി. അത് ചൂടായി വന്നിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ടച്ച് ശർക്കര നമ്മളിത് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു കുഴയണ പരുവാകുന്നത് വരെ. ശർക്കര മെൽറ്റാകുമ്പോൾ വെള്ളം പോലെ ആവും. അതിൽ വേവണം നമ്മുടെ ക്യാരറ്റും തേങ്ങയൊക്കെ. ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഇതിൻ്റെ ജലാംശം മൊത്തമായിട്ടൊന്ന് വറ്റി കിട്ടണവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം വറ്റി വരുമ്പോൾ നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് കോരി മാറ്റാം. നമ്മൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച നമ്മുടെ മാവ് നന്നായി കുഴച്ചിട്ട് നമ്മൾ പത്തിരിമാവിൻ്റെ പരുവത്തിലേക്ക് നമുക്കിത് കുഴച്ച് ഡോ സെറ്റാക്കി എടുക്കണം. കൈ വെച്ച് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലക വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പൊടി ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളെ മാവിനെ ഞാൻ 2 പകുതിയാക്കി എടുക്കുന്നുണ്ട്.
ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി തിന്നായി പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ. ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡോണറ്റ് കട്ടറോ അങ്ങനെ കട്ടറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് 3 പത്തിരി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഈ ഫില്ലിങ്സ് ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. 2 അറ്റം കൂടെ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും, വിട്ടുപോരൊന്നുമില്ല. ഈ അറ്റം ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 എണ്ണം, വലിയ തന്നെയാണ് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവി കയറ്റിയെടുക്കാം. നമ്മൾ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിൽ നമ്മളൊരു വാഴയില വെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇല വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിൽ ഒരു ഇലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി. നമ്മുടെ മാവും ഫില്ലിങ്സും ഒക്കെ നമുക്ക് വെന്ത് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ആവി കയറിയാൽ തന്നെ നമ്മുടെ സ്നാക്സ് റെഡിയാവും. അതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ, വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും. നേരങ്ങളിലൊക്കെ ചൂട് ചായയുടെ കൂടെ അടിപൊളിയാണ്.